നമസ്കാരം. തെരഞ്ഞെടുപ്പിന് കാഹളമൊരുങ്ങി. ബി.ജെ.പിയും സി.പി.എമ്മും തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ അടി തുടരുന്നു. രണ്ടായിരത്തി 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികൾ കോൺഗ്രസും സി.പി.എമ്മും ബി.ജെ.പിയും. പക്ഷേ ഈ പാർട്ടികളെയൊക്കെ നയിക്കാൻ കെൽപ്പുള്ള നേതാക്കന്മാർ തന്നെയാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അടിതീരാതെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും, എന്നാൽ തന്ത്രങ്ങൾ മെനയുന്ന ഒരു പാർട്ടിയായി ബി.ജെ.പിയും, ഒപ്പം തന്നെ കേഡർ സ്വഭാവത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സി.പി.എം ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ അടിതെറ്റി വീഴുന്നത് ആർക്കാണ്? തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പിയും സി.പി.എമ്മും ഒക്കെ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ്. കോൺഗ്രസിന് അടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും തീരാത്ത അടി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും ബി.ജെ.പിയും സി.പി.എമ്മും ഒക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നയിക്കാൻ ഒരാൾ വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബി.ജെ.പിയും സി.പി.എമ്മും ഒക്കെ അക്ഷരാർത്ഥത്തിൽ അവ പാലിച്ചു മുന്നോട്ട് പോകുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായി അവർ തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടും യോഗ്യനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പാർട്ടിയെ വരുതിയിൽ നിർത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തിനോളം കെൽപ്പുള്ള മറ്റൊരാൾ ഇന്ന് ബി.ജെ.പിയിൽ ഉണ്ട് എന്ന് പറയാനും കഴിയില്ല. അതുപോലെയാണ് സി.പി.എം എന്ന് പറയപ്പെടുന്ന സി.പി.എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന അവരുടെ സമ്മേളനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെടലുകൾ, പാർട്ടിയെ നയിക്കേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇതൊക്കെ വളരെ കൃത്യമായി നടന്നു വരുന്ന ഒരു കേഡർ സംവിധാനത്തിൻ്റെ കീഴിലാണ് ആ പാർട്ടി എന്നുള്ളതാണ്. ആ പാർട്ടിയെ നയിക്കാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുവാൻ, സംസ്ഥാന സെക്രട്ടറി ആകുവാൻ, ജില്ലാ സെക്രട്ടറി ആകുവാൻ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആകുവാൻ, എന്തിന് താഴെ തട്ടിലുള്ള അവരുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അടക്കമുള്ള കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയപ്പെടുന്ന എല്ലാ 3 വർഷവും വളരെ കൃത്യമായി നടപ്പിലാക്കി അവരുടെ നയിക്കുവാനുള്ള നായകനെ അവർ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടക്കാത്ത ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. അത് പറയാതിരിക്കുവാനും കഴിയില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയുകയാണ് ഞാൻ. ഈ അഹമ്മദാബാദിലെ AICC സമ്മേളനം അവസാനിച്ചു. എന്താണ് അവിടുന്ന് കോൺഗ്രസ് നൽകുന്ന സന്ദേശം? എന്ത് പുതിയ മാറ്റമാണ് ഈ പാർട്ടി കൊണ്ടുവരാൻ പോകുന്നത്? പ്രവർത്തിക്കാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന ഒരു പുതിയ പ്രഖ്യാപനം കൂടി കേൾക്കാൻ കഴിയുന്നു. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല കേട്ടോ. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്. സമ്മേളനത്തിൽ തന്നെ കല്ലുകടിയാണ്. നേതൃത്വത്തിൻ്റെ മനോഭാവത്തിൽ കാതലായിട്ടുള്ള മാറ്റം അനിവാര്യമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവും MP-യുമായിട്ടുള്ള ശശി തരൂർ തന്നെ ആദ്യ വെടിപൊട്ടിച്ചു. പ്രതീക്ഷയുടെ പാർട്ടിയായിരിക്കണം കോൺഗ്രസ് എന്നും തരൂർ പറയുന്നു. നീരസങ്ങളിലും ഗൃഹാതുരയിലും തട്ടി നിൽക്കുന്ന പാർട്ടി ആകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. നെഗറ്റീവ് വിമർശനമല്ല, പോസിറ്റീവായി കാര്യങ്ങളെ സമീപിക്കുകയാണ് വേണ്ടത് എന്നുകൂടി സബർമതിക്കരയിലെ സമ്മേളനം കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ തുടക്കമാകണമെന്നുകൂടി ഈ സമ്മേളനം വഴിത്തിരിവാകണമെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നും രാജ്യത്തെ തെക്കെന്നും വടക്കെന്നും വിഭജിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നും ഇന്ത്യയെ ഒന്നിപ്പിക്കുക നമ്മുടെ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നുകൂടി ശശി തരൂർ ആവശ്യപ്പെടുന്നു. വേദിയിലുള്ള പ്രധാന നേതാക്കളെ ആരെയും തന്നെ പ്രശംസിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമേയം വാക്കുകൾ മാത്രമായി നിലനിൽക്കുമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശശി തരൂർ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ ഈ പാർട്ടി ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് ആലോചിക്കേണ്ടത് ആരാണ്? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. കേരളത്തിൽ മറ്റു പാർട്ടികൾ അവരുടെ ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നശിച്ച് നാമാവശേഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ബി.ജെ.പി അവരുടെ മുഖം തുറന്നു കഴിഞ്ഞു. ബി.ജെ.പി അവരുടെ നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നേതാവ് വളരെ ശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന ബി.ജെ.പിയുടെ പുതിയ നേതാവ് ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളെ നേരിട്ട് കാണാതെ, എന്നാൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പഴയ പല നേതാക്കളെയും തഴയപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാതെ അവർക്കും എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും പകുത്തു നൽകുന്ന ഒരു പുതിയ തന്ത്രം അദ്ദേഹത്തിൻ്റെ ഈ കോർപ്പറേറ്റ് ലൈൻ സിസ്റ്റം രാജീവ് ചന്ദ്രശേഖർ ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനൊക്കെ പഴയ സംസ്ഥാന സമിതിയിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതാവായിരുന്നപ്പോൾ കാണിക്കാത്ത ആർജവവും ഊർജവുമൊക്കെ ഇപ്പോൾ കാണിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ വി മുരളീധരൻ
ശോഭാ സുരേന്ദ്രൻ, എം ഡി രമേശ് അടക്കമുള്ള പല നേതാക്കൾക്കും അധികാരം പകുത്തു നൽകുന്ന ഒരു അധികാര വികേന്ദ്രീകരണ രീതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. ആ അധികാര വികേന്ദ്രീകരണത്തിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം BJPക്ക് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ നയിക്കുവാൻ കെൽപ്പുള്ള നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖറിനോളം പോന്ന ഒരു നേതാവിനെ ഇനി അവർക്ക് കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അങ്ങ് താഴെത്തട്ട് മുതൽ അവരുടെ താഴെത്തട്ടിലെ പ്രവർത്തകർ, അണികളടക്കം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളതാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മുതൽ 12ഓളം സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഈ പാർട്ടി. 2026 എന്ന് പറയപ്പെടുന്നത് നിയമസഭയിൽ വലിയൊരു ഓപ്പണിങ്ങിന് തുടക്കമാക്കാനുള്ള വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ തുടങ്ങിക്കഴിഞ്ഞു BJP. അതേസമയം CPM കഴിഞ്ഞ ദിവസങ്ങൾ ഏപ്രിൽ 6 അവസാനിച്ച പാർട്ടി കോൺഗ്രസോടുകൂടി കുറച്ചുകൂടി ശക്തി പ്രാപിച്ച് പുതിയ നേതാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്ന് പുതിയ നായകന്മാരുടെ കീഴിൽ അണികൾ ഇൻകുലാബ് വിളിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് CPMനുള്ളിൽ. CPMന്റെ ദേശീയ നേതാവായി MA ബേബിയും സംസ്ഥാന നേതാവായി MV ഗോവിന്ദനും അവരുടെ താഴെത്തട്ടിലുള്ള മറ്റു നേതാക്കളുമൊക്കെ പുതിയ ചുമതലകളേറ്റ് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, പാർട്ടി അണികളെ ഒരുമയോടുകൂടി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ CPMന് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അവരും ഇതുപോലെ തന്നെയാണ് തന്ത്രങ്ങൾ മെനയുന്നത്. പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുവാൻ, തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ മെനഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ കോൺഗ്രസ് അഹമ്മദാബാദിൽ AICC സമ്മേളനം നടത്തി. ആ സമ്മേളനം കഴിയുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ എന്നും നടക്കുന്നത് പോലും സമ്മേളനത്തിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. പറയാൻ ഒരു വാക്കുണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും. മല്ലികാർജുൻ ഖാർഗെ അവസാനം പറഞ്ഞു, സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരെ പുറത്താക്കുക, പകരം പ്രവർത്തിക്കുവാൻ ആർജവമുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി സമ്മേളനത്തിൻ്റെ ചീട്ടുമടങ്ങി. പക്ഷേ ഇനിയുള്ള കാലം ഈ പ്രഖ്യാപനങ്ങൾ വെറും പ്രഖ്യാപനങ്ങളായി അവരുടെ പുസ്തകത്താളുകളിൽ ഒതുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ അണികളോ നേതാക്കളോ ഇത് കേട്ടമട്ട് വയ്ക്കുകയുമില്ല. അതാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ചരിത്രം. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കുകയും പലപ്പോഴും ഭരണ സംവിധാനങ്ങളിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. കേന്ദ്രത്തിൽ ഭരിക്കാതായിട്ട് 11ഓളം വർഷം കഴിയുന്നു, കേരളത്തിൽ ഭരിക്കാതായിട്ട് 9ഓളം വർഷം കഴിയുന്നു. ഭരണമില്ലാത്തൊരു പാർട്ടിയെ എങ്ങനെയാണ് ഘടകകക്ഷികൾ വിശ്വസിക്കുക എന്നൊരു വല്ലാത്ത ചോദ്യം കൂടി അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നേതാക്കൾക്കിടയിലെ അസ്വാരസ്യമാണ്. കെ സുധാകരനും BD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ പരസ്പരം പഴിചാരുന്ന ഒരു സ്ഥിതിവിശേഷം. ശശി തരൂരിനെ പോലൊരു മഹാൻ കൂടി ഇതിനകത്തുണ്ടായപ്പോൾ മുഖ്യമന്ത്രി കസേര മോഹിച്ചതാണോ അതോ ഇനി ഈ പാർട്ടിയിൽ നിൽക്കണ്ട എന്ന് തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും ശശി തരൂർ തൻ്റെ ഭാഗം വിജയിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് താനും. ഇതൊന്നും കൊണ്ടൊന്നും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് മറ്റു 2 പാർട്ടികളും, അതായത് BJPയും CPMും കരുതുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അവർ കേഡർ സ്വഭാവമുള്ള 2 പ്രസ്ഥാനങ്ങളാണ്. ആ കേഡർ സ്വഭാവമുള്ള BJPയും കേഡർ സ്വഭാവമുള്ള CPMും അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞ് വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ തകർന്ന് തരിപ്പണമായി പോകുന്നത് താഴെ തട്ട് മുതൽ അങ്ങ് മുകൾ തട്ട് വരെ തമ്മിലടി നടക്കുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമായിരിക്കും. അവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഈ അലഹബാദിലെ AICC സമ്മേളനം കഴിയുമ്പോൾ KPCC അധ്യക്ഷൻ വരെ മാറുമെന്ന് ഒരു വിഭാഗം നേതാക്കന്മാർ പറയുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനമേ കൈക്കൊണ്ടിട്ടില്ല എന്നാണ്. നേതാക്കന്മാർ മാറുന്ന ഒരു രീതിയോ ഒരു സംവിധാനമോ ഉടനുണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അതേസമയം K മുരളീധരൻ പറയുന്നു കെ സുധാകരൻ അടക്കമുള്ളവർ മാറേണ്ടതുണ്ട്, മാറുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അപ്പോൾ AICC സമ്മേളനത്തിലെ നേതാക്കൾക്ക് പോലും വ്യത്യസ്തമായ അഭിപ്രായത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ പാർട്ടിയെ ഏകീകരിക്കുവാൻ, ഏകോപിപ്പിച്ച് നിർത്തുവാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരു നേതാവ് വേണ്ടേ? കെ സുധാകരൻ മാറി മറ്റൊരു നേതാവ് വരട്ടെ, BD സതീശൻ മാറി മറ്റൊരു നേതാവ് വരട്ടെ. അങ്ങനെ മാറ്റങ്ങൾ അനിവാര്യമാണ് എങ്കിൽ അങ്ങനെ അവരെ കൂടി ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ, അണികളെ ഒരുമിപ്പിച്ചു നിർത്തുവാൻ കഴിവുള്ള നേതാക്കൾ വരട്ടെ. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കെൽപ്പുള്ളവരായിരിക്കണം ഏതൊരു പ്രസ്ഥാനത്തിനെയും നയിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ
BJPയും CPMും അവരവരുടെ പുതിയ സംവിധാനത്തിലൂടെ പുതിയ നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അണികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നു. അണികളെ അതിലേക്ക് കൊണ്ടുവരുവാനുള്ള കൗശലം കാണിക്കുന്നു. എന്നാൽ അതേസമയം സ്വന്തം പാത വെട്ടിയടയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്, KPCC പ്രസിഡന്റ് അടക്കം മാറണമെന്നുണ്ടെങ്കിൽ അവരെ മാറ്റുക, പ്രവർത്തിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന മികവിലല്ല വിജയിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, അത് ചെയ്യുവാനുള്ള കരുത്ത് പോലും ഈ പ്രസ്ഥാനത്തിനില്ല എന്ന് തെളിയിക്കുന്നതാണ് AICC സമ്മേളനത്തിലെ ഈ നേതാക്കന്മാരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. ഇവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവനകൾ എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെയും ആ സമ്മേളനത്തെയും വല്ലാതെ ഇല്ലാതാക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. നടത്തിയ സമ്മേളനം പോലും വെറുതെയായി പോയി എന്ന് തോന്നപ്പെടുന്നു. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിനെയെങ്കിലും അഭിമുഖീകരിക്കുവാൻ കോൺഗ്രസിനായില്ല എങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.